അങ്ങനെ ഗൈസ് ഏകദേശം നമ്മുടെ മാങ്ങയുടെ സീസണെല്ലാം കഴിയാറായി. നമ്മളിതാ മാങ്ങച്ചാറ് ഉണ്ടാക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമാണ് വരുന്നത്, അപ്പോൾ മീനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അച്ചാറുണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു നീളമുള്ള ഒരു ടൈപ്പ് മാങ്ങ കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കണ്ടില്ലേ, കുപ്പിയിലൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കില്ല, വലിയൊരു ടൈപ്പ് മാങ്ങ. ആ ഒരു ടൈപ്പ് മാങ്ങ കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് കിട്ടിയപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അച്ചാറുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഞാൻ അച്ചാറിട്ട് വെക്കുകയാണ്. മാങ്ങത ഞാനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയൊന്നുമില്ല കേട്ടോ, ഒരു എന്താ പറയുക, ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ചെറുതും മൈരിയാണ്, പക്ഷെ നല്ല നീളമുണ്ട് കേട്ടോ ഈ മാങ്ങ. അപ്പോൾ ഞാൻ ഇത് രണ്ടും മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒന്ന് ചെറിയൊരു കേടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ആ ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ എല്ലാം വാങ്ങിയതാ ചെറുങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ മാങ്ങയെല്ലാം ഞാൻ എന്താ വേറെ ബൗളിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഞാനൊരു 15 മിനിറ്റ് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി മാങ്ങ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണികളെല്ലാം ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, വെറും 1 സ്പൂണ് കടുക്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. അതിനുശേഷം ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി സെയിം ചട്ടിയിലേക്ക് ഞാനിതാ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഉണ്ടാവുക. അതിലേക്ക് ഞാനിതാ ഒരു കഷ്ണം കായാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കായ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് കായത്തിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിക്കോളാം. ഓക്കെ, കായ നന്നാക്കി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉലുവ, ഏകദേശം ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉലുവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കായവും കൂടെ ഒന്ന് ഞെരിഞ്ഞ് സെറ്റായിക്കോളെ. ഏകദേശം ഇതാ രണ്ടും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് മീഡിയം ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയേ, ഞാൻ ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മാങ്ങ ഇടുന്നതിൻ്റെ മുന്നേ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നന്നാക്കി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും കൂടെ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഏകദേശം ഈ മുളക് മാങ്ങയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കായോ ഉലുവയും കൂടെ ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഏകദേശം ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്യാസെല്ലാം ഓഫാക്കി വെച്ച് ഓക്കെ, നമ്മുടെ അച്ചാർ ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വിനാഗിരി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചീഞ്ചട്ടിയിൽ നിന്ന് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് നല്ല സ്ലോയിൽ ചൂടാറിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു സ്പൂണ് കടുക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മേലെ. അപ്പം നമ്മുടെ കിട്ടിലെ സൂപ്പീസ് വെള്ളിൻ്റെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയണേ. എങ്ങനെയുണ്ട് അച്ചാറൊന്ന് കഴിച്ചു നോക്ക്. സൂപ്പറല്ലേ? അപ്പോൾ നമ്മുടെ മാങ്ങച്ചാർ ഇതാ അവിടെ നന്നാക്കി ചൂടാറിയിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ബോട്ടിലാണ് ഇപ്പോൾ ഇതാക്കി വെക്കുന്നത്. കുപ്പിക്ക് ഇതുപോലെ നന്നാക്കി തുടച്ച് വെക്കുക. ഓക്കെ, ഇതാ അച്ചാർ ഇതാ ബോട്ടിലേക്ക് മാറ്റാണ്. ഇത് കുപ്പീൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മാങ്ങാച്ചാർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ മേലത കുറച്ച് എണ്ണയാണ് തൂവി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഭദ്രമാക്കി അടച്ച് വെക്കട്ടോ.